ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ 3 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ 3 വിസിൽ വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. എന്നിട്ട് ആവിയൊക്കെ പോയിട്ട് എടുക്കുമ്പോഴേക്കും പഴം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ വേവിച്ച നേന്ത്രപ്പഴം ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറേശ്ശെ അരിപ്പൊടി ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ മാവ് കുഴച്ചെടുക്കൂലേ, കുഴച്ചൊരു ഉണ്ടാക്കി എടുക്കൂലേ, ആ ഒരു പരുവത്തിൽ കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അരിപ്പൊടി മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റി. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫില്ലിംഗ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം അരിപ്പൊടിയില്ലേ, അത് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിനുള്ളിലായിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. പരത്തിയിട്ടോ ഉരുളാക്കിയിട്ടോ കൊഴുക്കട്ടയുടെ പോലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാമെന്ന് മാത്രം. ഉന്നക്കായുടെ പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുഴികളിലൊക്കെ എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അരിപ്പൊടിയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും അത് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറക്കുകയാണ് കേട്ടോ. തുറന്നു കഴിഞ്ഞാൽ നമുക്കത് അപ്പം തന്നെ ചൂട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല, ആദ്യം എണ്ണ പുരട്ടിയതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്